എറണാകുളം പരിയത്തുകാവിലേക്ക് പോയാൽ ഭൂമി ഒഴിപ്പിക്കലിൽ പോലീസിനെതിരെ പെരുമ്പാവൂർ മുൻസിഫ് കോടതി. അഭിഭാഷക കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പോലീസ് പാലിച്ചില്ല എന്ന് കോടതി പറയുന്നു. അടുത്ത 4-ാം തീയതി വീണ്ടും ഭൂമി ഒഴിപ്പിക്കാൻ അഭിഭാഷക കമ്മീഷൻ എത്തും. സ്ഥലത്തെ വൈദ്യുത കണക്ഷനും കുടിവെള്ള കണക്ഷനും വിച്ഛേദിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എസ്പിയോട് നേരിട്ട് ഹാജരാകണമെന്നും കോടതി പറയുകയാണ്. ലീഗൽ ഡെസ്കിൽ നിന്നും ഷപ്ന സിയാദാണ് ചേരുന്നത്. ഷപ്ന, പരിയത്തുകാവിൽ സ്ഥിരം സംഭവിക്കുന്നത് അവിടെ അഭിഭാഷക കമ്മീഷനുമായി ഒഴിപ്പിക്കലിന് പോകും. പക്ഷേ വലിയ പ്രതിഷേധം പ്രദേശവാസികളുടെ ഭാഗത്ത് നിന്ന്, ആ കുടുംബങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകും. പോലീസ് തിരികെ പോരും. ഇത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏതായാലും പോലീസിനെതിരെ കോടതി ഇപ്പോൾ കണ്ണുരുട്ടുകയാണ്. കോടതിയുടെ ഈ നിർദ്ദേശങ്ങൾ എത്രത്തോളം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പിനെ മറികടക്കാൻ പര്യാപ്തമാണ്? എന്തൊക്കെയാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്? ലക്ഷ്മി, പെരുമ്പാവൂർ വാഴക്കുളം പാരിയത്തുകാവ് നഗറിലാണ് 8 ദളിത് കുടുംബങ്ങളാണ് ഇത്തരത്തിൽ താമസിക്കുന്നത്. ഇവരെ ബലം പ്രയോഗിച്ച് കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടിരുന്നത്. അത്തരത്തിൽ ബലം പ്രയോഗിച്ച് കുടിയൊഴിപ്പിക്കാൻ അഭിഭാഷക കമ്മീഷൻ എത്തിയപ്പോൾ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഈ കുടുംബവും ഒരുമിച്ച് പ്രതിഷേധിക്കുകയും തുടർന്ന് അഭിഭാഷക കമ്മീഷൻ തിരിച്ചു പോരേണ്ട സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ പെരുമ്പാവൂർ മുൻസിഫ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി അടക്കമുള്ള വിവിധ കോടതികൾ ഇവരെ ഒഴിപ്പിക്കണം എന്ന നിലപാടിൽ തന്നെയാണ്. കാരണം ഇവർ കയ്യേറ്റ ഭൂമിയിലാണ്, അല്ലെങ്കിൽ അനധികൃതമായാണ് ഈ ഭൂമിയിൽ താമസിക്കുന്നത് എന്ന് കോടതി കണ്ടെത്തുകയും ഇവരെ ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകുകയും പോലീസിന് ഇത് ആവശ്യമായ സഹായം അഭിഭാഷക കമ്മീഷൻ നൽകണം എന്ന് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തതാണ്. എന്നാൽ പോലീസ് ഇതിൽ നിസ്സഹായരായി അല്ലെങ്കിൽ നോക്കൂത്തിയാകുന്നു എന്നതാണ് അഭിഭാഷക കമ്മീഷന്റെ പരാതി. ഇത് കോടതിയിൽ ഇവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതി പോലീസിനെ ഇത്തരത്തിൽ നിശിതമായി വിമർശിച്ചത്. എസ്പിയോട് നേരിട്ട് ഹാജരാകാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഏതായാലും അടുത്ത ദിവസം, അതായത് 4-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട ഈ SP നേരിട്ട് ഹാജരാകണം എന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. വീണ്ടും 4-ാം തീയതിയാണ് അഭിഭാഷക കമ്മീഷൻ ഈ ഒഴിപ്പിക്കലിന് എത്തുന്നത്. സ്ഥലത്തെ വൈദ്യുതി കണക്ഷനും അതോടൊപ്പം തന്നെ കുടിവെള്ള കണക്ഷനും, അതായത് ഈ വീടുകളിലേക്കുള്ള വൈദ്യുതി കണക്ഷനും കുടിവെള്ള കണക്ഷനും വിച്ഛേദിക്കണം എന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. KSEBക്കും വാട്ടർ അതോറിറ്റിക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശം കോടതി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും SP നേരിട്ട് ഹാജരായി പോലീസ് എന്താണ് ഇതിൽ നിലപാട് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ അഭിഭാഷക കമ്മീഷനെ സഹായിക്കാത്തത് എന്താണ് എന്നത് സംബന്ധിച്ച് വിശദീകരിക്കണം എന്നാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്.